ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പാഠപുസ്തകം ഉപയോഗിച്ച് പഠിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതിൽ 1ഉം 2ഉം പാഠങ്ങൾ നമ്മൾ നോക്കി. ഇനി 3ാമത്തെ പാഠമാണ്. അത് നമ്മുടെ കുടുംബം എന്നൊരു ഭാഗമാണ്. ഇതിലെ പ്രധാനപ്പെട്ട നമുക്ക് PSCക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെ നോക്കാം. എല്ലാം ഒന്നും നമുക്ക് പ്രധാനപ്പെട്ടല്ല. പിന്നെ നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അറിയിക്കുക. വ്യക്തികൾ ചേർന്ന് കുടുംബങ്ങൾ ഉണ്ടാകുന്നു, കുടുംബങ്ങൾ ചേർന്ന് സമുദായങ്ങൾ ഉണ്ടാകുന്നു, സമുദായങ്ങൾ ചേർന്ന് സമൂഹം ഉണ്ടാകുന്നു. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത നോക്കാം. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണിയമ്മ, അമ്മമ്മ പാറുക്കുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മയോ, ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം. ഇത് എന്നിലൂടെ എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിലെ വരികളാണ്. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണിയമ്മ, അമ്മമ്മ പാറുക്കുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മയോ, ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം. എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ്. അച്ഛനും അമ്മയും മക്കളും, ഇങ്ങനെയുള്ള കുടുംബമാണ് അണുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി. അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവുമാണുള്ളത്. അങ്ങനെയുള്ള അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം അഥവാ എക്സ്റ്റെൻഡഡ് ഫാമിലി. ചിത്രം 3ലെ കുടുംബം വളരെ വലുതാണ്. 3-4 തലമുറകൾ ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു. ഇത് കൂട്ടുകുടുംബമാണ്, ജോയിൻറ്റ് ഫാമിലി. അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം. കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ, പെരുമാറ്റശീലങ്ങൾ, സ്നേഹം, വാത്സല്യം, സുരക്ഷിതത്വ ബോധം. സംഗ്രഹം നോക്കാം. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. രക്തബന്ധത്തിലൂടെയോ വിവാഹബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു. കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. സാർവലൗകികത, യൂണിവേഴ്സാലിറ്റി, വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്വ ബോധം എന്നിവ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ്. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹവാത്സല്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക തുടങ്ങിയവയാണ് കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ. അടുത്ത 4ാമത്തെ പാഠമാണ് കരുതലോടെ ചിലവിടാം. കരുതലോടെ ചിലവിടാം. ഗാന്ധിജിയുടെ ഒരു പ്രശസ്തമായ വാക്ക് നോക്കാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹം നിറവേറ്റാനില്ലതാനും. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടേത് പോലും അത്യാഗ്രഹം നിറവേറ്റാനില്ലതാനും. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെലവുകൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്ന വരുമാനം കണ്ടെത്തി ബജറ്റിലൂടെ അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. വാർഷിക ബജറ്റുകളാണ് സാധാരണ നിലവിൽ സർക്കാർ അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്, ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും. ഈ പാഠത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അധികം വിവരങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സംഗ്രഹം നോക്കാം. കുടുംബങ്ങളുടെ ഒരു വരുമാന സ്രോതസ്സാണ് തൊഴിൽ. വരുമാന സ്രോതസ്സുകൾക്ക് വൈവിധ്യം ഉണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരുമാനം കൊണ്ടാണ്. ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് സഹായകരമാണ്. മിതവ്യയശീലം സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഗുണകരമാണ്. എല്ലാ കുടുംബങ്ങളുടെയും വരവ് ചെലവുകൾ ഒരുപോലെയല്ല. കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തിക അന്തരം നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവ ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. അടുത്ത പാഠം ഇതാണ്. പ്രപഞ്ചമെന്ന മഹാത്ഭുതം. പ്രപഞ്ചമെന്ന മഹാത്ഭുതം. നിങ്ങളൊരു കുടുംബത്തിലെ അംഗമല്ലേ? അതുപോലെ ഭൂമിയും ഒരു കുടുംബത്തിലെ അംഗമാണ്. ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം, സോളാർ സിസ്റ്റം. സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ ചിത്രം നൽകിയിട്ടുള്ളത് ശ്രദ്ധിക്കൂ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രത്തിൽ കാണുന്നത് എന്താണ്? സൂര്യനല്ലേ? സൂര്യൻ ഒരു നക്ഷത്രമാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശ ഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ.
നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. ഇതാണ് സൂര്യൻ കേന്ദ്രസ്ഥാനം. പിന്നെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വയ്ക്കും വ്യാഴത്തിനിടയ്ക്കിൽ ക്ഷുദ്രഗ്രഹങ്ങൾ. പിന്നെ ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അതിനപ്പുറത്ത് കുള്ളൻ ഗ്രഹങ്ങൾ. ബുധൻ്റെ ഇംഗ്ലീഷ് പേരാണ് മെർക്കുറി. ഭൂമി എർത്ത്, വ്യാഴം ജുപ്പിറ്റർ, യുറാനസ് എന്ന് തന്നെ പറയും, ശുക്രൻ വീനസ്, ചൊവ്വ മാർസ്, ശനി സാറ്റേൺ, നെപ്റ്റ്യൂൺ തന്നെ. അപ്പോൾ ഇംഗ്ലീഷ് വേർഡും മലയാളം വേർഡും ഓർത്തിരിക്കുക. ബുധൻ മെർക്കുറി എന്നാണ്, ഭൂമി എർത്താണ്, വ്യാഴം ജുപ്പിറ്ററാണ്, യുറാനസ് തന്നെ, ശുക്രൻ വീനസ് ആണ്, ചൊവ്വ മാർസ്, ശനി സാറ്റേൺ, നെപ്റ്റ്യൂൺ തന്നെ. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ഈ ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ഈ ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റ്സ്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്. ഭൂമിയുടെ ഒരു ഉപഗ്രഹം ചന്ദ്രനാണ്, മൂൺ. ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ്. നിക്കോളാസ് കോപ്പർനിക്കസ് 1473 മുതൽ 1543 AD വരെ. പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു കോപ്പർനിക്കസ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം. കോപ്പർനിക്കസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളാണ് കോപ്പർനിക്കസ്. അദ്ദേഹം ഒരു പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു. ഇനി സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് നോക്കാം. നെപ്റ്റ്യൂൺ. ആദ്യം നോക്കുന്നത് നെപ്റ്റ്യൂൺ. 1 ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷങ്ങൾ വേണം. നമ്മുടെ 164 വർഷങ്ങൾ വേണം സൂര്യനെ ഒരു വട്ടം വലം വയ്ക്കാൻ വേണ്ടി. അടുത്ത യുറാനസ് ആണ്. 25ലധികം ഉപഗ്രഹങ്ങൾ. യുറാനസിന് 25ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം വേണം. യുറാനസിന് സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷങ്ങൾ വേണം. അടുത്ത ശനി. ചുറ്റും വലയങ്ങളുള്ള ഈ ഗ്രഹം ശനിയാണ്. 30ലധികം ഉപഗ്രഹങ്ങളുണ്ട്. ശനിക്ക് 30ലധികം ഉപഗ്രഹങ്ങളുണ്ട്. അടുത്തത് വ്യാഴമാണ്. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. 60ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം വേണം. അപ്പോൾ വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. 60ലധികം ഉപഗ്രഹങ്ങൾ വ്യാഴത്തിനുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം വേണം. അടുത്തത് ബുധന് ഉപഗ്രഹങ്ങളില്ല. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. അപ്പോൾ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും ഏറ്റവും ചെറിയ ഗ്രഹം ബുധനുമാണ്. ബുധന് ഉപഗ്രഹങ്ങളൊന്നുമില്ല. അടുത്ത ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഉപഗ്രഹങ്ങളില്ല. ഏറ്റവും തിളക്കമുള്ള ഗ്രഹവും ഏറ്റവും ചൂടുള്ള ഗ്രഹവും ശുക്രനാണ്. സൂര്യൻ. സൗരയൂഥത്തിലെ ഒരേയൊരു നക്ഷത്രം സൂര്യനാണ്. ഭൂമി. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ് ഭൂമിക്ക്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമിയാണ്. ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. അടുത്ത ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്. പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളുണ്ട്. ഗലീലിയോ 1564 മുതൽ 1642 AD വരെ. 1564 മുതൽ 1642 വരെ. ഇറ്റലിക്കാരനായ ഊർജ്ജതന്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ, സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം സ്വയം നിർമ്മിച്ച ടെലസ്കോപ്പ് അഥവാ ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടു.
അങ്ങനെ അദ്ദേഹം വ്യാഴത്തിന് 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. അദ്ദേഹമാണ് സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാന നിരീക്ഷണത്തിന് തുടക്കമിട്ടത്. സൗരയൂഥത്തിൽ വേറെയുള്ളത് ക്ഷുദ്രഗ്രഹങ്ങൾ, അസ്ട്രോയിഡ്സ്. ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ അസ്ട്രോയിഡ്സ്, കുള്ളൻ ഗ്രഹങ്ങൾ, ഡ്വാർഫ് പ്ലാനറ്റ്സ്. ഡ്വാർഫ് പ്ലാനറ്റ്സും അസ്ട്രോയിഡ്സും സൗരയൂഥത്തിലുണ്ട്. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ്സ്. അപൂർവമായി ഇവയിൽ ചിലത് ഭൂമിയിലേക്ക് വന്ന് ഭൂമിക്ക് തന്നെ ഭീഷണിയാകാറുണ്ട്. അപ്പോൾ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ്സ്. സൗരയൂഥത്തിൽ ശയനപ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട്. ഇതാണ് യുറാനസ്. മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെയാണ് സ്വയം കറങ്ങുന്നതെങ്കിൽ യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് കറങ്ങുന്നത്. അപ്പോൾ സൗരയൂഥത്തിൽ ശയനപ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട്. ഇതാണ് യുറാനസ്. മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെയാണ് സ്വയം കറങ്ങുന്നതെങ്കിൽ യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് കറങ്ങുന്നത്. പിന്നെ ശുക്രനിലെ ഒരു പ്രത്യേകതയാണ്, അവിടെ സൂര്യോദയം പടിഞ്ഞാറാണ്. ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാം. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ പകലും നക്ഷത്രങ്ങളെ കാണാം. ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടാവണം. അവ സൂര്യനെ വലം വയ്ക്കണം. അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് IAU ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ, ഡ്വാർഫ് പ്ലാനറ്റ്സ്. അപ്പോൾ ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടായിരിക്കണം. അവ സൂര്യനെ വലം വയ്ക്കണം. അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം. പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ. പ്ലൂട്ടോ ആദ്യം ഒരു ഗ്രഹമായിരുന്നു, ഇപ്പോൾ ഒരു ഗ്രഹമല്ല. ഈ അടുത്ത കാലം വരെ പ്ലൂട്ടോയെ ഗ്രഹമായി പരിഗണിച്ചിരുന്നു. എന്നാൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU 2006 ആഗസ്റ്റിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി. ഇതിനെ കുള്ളൻ ഗ്രഹവുമായി പ്രഖ്യാപിച്ചു. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നതുകൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതുകൊണ്ടുമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അപ്പോൾ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2006 ആഗസ്റ്റിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി. ഇതിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചു. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നതുകൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതുകൊണ്ടുമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. സൗരയൂഥത്തിലെ വിരുന്നുകാർ. സൗരയൂഥത്തിലെ വിരുന്നുകാർ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ, കോമറ്റ്സ്. വാൽ നക്ഷത്രങ്ങളാണ് കോമറ്റ്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവ നക്ഷത്രങ്ങളല്ല കേട്ടോ, അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണിവ. അശുദ്ധ ഹിമപദാർത്ഥങ്ങൾ. സൂര്യനോടടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനോടടുത്ത് വരാറുള്ളൂ. സൂര്യനോട് അടുക്കുന്തോറും ഇവയുടെ വാലിന് നീളവും ശോഭയും ഏറും. 2013 ഒടുവിലെത്തിയ ഐസൺ വാൽ നക്ഷത്രത്തെ ഓർക്കുന്നുണ്ടോ? സൂര്യനിലേക്ക് പാഞ്ഞ ഐസൺ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഉൽക്കകൾ, മെട്രോയിഡ്സ്. ഉൽക്കകൾ എന്നാൽ മെട്രോയിഡ്സ്. തെളിഞ്ഞ ആകാശമുള്ള രാത്രികൾ അതിവേഗം ആകാശത്തുകൂടി മിന്നിമറയുന്ന പ്രകാശം കണ്ടിട്ടുണ്ടോ? മറ്റൊരാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ഇവ അണഞ്ഞു പോകാറുണ്ട്. ഇവയാണ് ഉൽക്കകൾ. ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ, മെട്രോയിഡ്സ്. ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ അഥവാ മെട്രോയിഡ്സ്. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും. അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ആ മിന്നിമറയുന്ന പ്രകാശം. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ, മെറ്റോറൈറ്റ്സ്. മെറ്റോറൈറ്റ്സ് ഉൽക്കാശിലകൾ. ആഫ്രിക്കയിലെ നമീബയിൽ പതിച്ച ഉൽക്കാശില. ഇത് ആഫ്രിക്കയിലെ നമീബയിൽ പതിച്ച ഒരു ഉൽക്കാശിലയാണ്. റഷ്യയിലെ ചിങ്ക നദിക്കരയിൽ പതിച്ച ഉൽക്കാശില. ഇത് റഷ്യയിലെ ചിങ്ക നദിക്കരയിൽ പതിച്ച ഒരു ഉൽക്കാശിലയാണ്. ഭൂമി നമ്മുടെ ജീവഗ്രഹം. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ഉപരിതലത്തിൽ ജലത്തിൻ്റെ വിസ്തൃതമായ ശേഖരമുള്ളത് ഭൂമിയിൽ മാത്രമാണ്.
ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 2/3 ഭാഗവും ജലമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇളം നീല നിറത്തിലാണ് ഭൂമി കാണപ്പെടുന്നത്. വായുവും വെള്ളവും മണ്ണും ജീവജാലങ്ങളും കൊണ്ട് സമ്പന്നമായ പ്രകൃതിയുടെ ഈ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. നക്ഷത്രങ്ങളുടെ ലോകം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ അസ്തമിക്കുന്നതോടെ മറ്റ് ഗ്രഹങ്ങൾ ഓരോന്നായി തെളിഞ്ഞു കാണാൻ തുടങ്ങും. ഇരുട്ടും തോറും എണ്ണിയാലൊടുങ്ങാത്തത്ര നക്ഷത്രങ്ങളെ കാണാം. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ മിൽക്കി വേ. ആകാശഗംഗ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൽ ഏതാണ്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ മിൽക്കി വേ. ആകാശഗംഗ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൽ ഏകദേശം 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. ഇതാണ് ക്ഷീരപഥം. പ്രപഞ്ചം. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം തീരെ ചെറിയ ഒരു ബിന്ദുവായിരുന്നത്രേ. വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചതെന്ന് കരുതപ്പെടുന്നു. പ്രപഞ്ചത്തിലെ ഏകദേശം 10,000 കോടി ഗാലക്സികളിൽ ഒന്നായ ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്നായ സൂര്യൻ്റെ 8 ഗ്രഹങ്ങളിൽ ഒന്നായ ഭൂമിയിലെ ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിലെ സുന്ദരമായ എൻ്റെ നാട്ടിലെ മനുഷ്യൻ എത്ര ചെറുതാണ്. ഇതിൻ്റെ സംഗ്രഹം നോക്കാം. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളാണ് ഗാലക്സികൾ. സൗരയൂഥം അടങ്ങുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൾപ്പെടുന്നതാണ് സൗരയൂഥം. സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവയും സൗരയൂഥത്തിൻ്റെ ഭാഗമാണ്. ഭൂമി സൗരയൂഥത്തിലെ അംഗമാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. അതിവിസ്തൃതമായ പ്രപഞ്ചത്തിലെ ഒരു ചെറു നക്ഷത്രമായ സൂര്യനെ ചുറ്റുന്ന ഭൂമി എന്ന ഗ്രഹത്തിലെ ലക്ഷോപലക്ഷം ജീവജാലങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റു പാഠങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.